ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പി ജി ബ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് എൻക്വയറികളാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇസ്രായേലിലേക്ക് കെയർ ഗീവറായിട്ട് പോകാൻ വേണ്ടിയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഞങ്ങളെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമോ, ക്ലാസ് പഠിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഒട്ടനവധി ആളുകൾ നമ്മുടെ അടുത്ത് എത്തിച്ചേരുന്നുണ്ട്. അപ്പൊ നമ്മൾ വിടുന്ന ഏജൻസിയിൽ നമ്മൾ നോർമലി വിടുന്ന ഒരാളെ പ്രീ ഇന്റർവ്യൂ കൊടുക്കാറുണ്ട്. ക്ലാസ്സിന് മുമ്പ് നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അവർക്ക് സെപ്പറേറ്റ് ഒരു ടീച്ചറെ വെച്ചുകൊണ്ട് നമ്മൾ ഫോളോ അപ്പ് കൊടുക്കാറുണ്ട്. അതിനുശേഷം ക്ലാസ് കഴിഞ്ഞ് വന്നതിന് ശേഷവും ആവശ്യമുള്ള കാൻഡിഡേറ്റിനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഏജൻസിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന, എന്നാൽ പല ഏജൻസികളും ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ക്ലാസ്സിൽ എന്താണ് പഠിപ്പിച്ചതെന്ന് പോലും അവർക്ക് മനസ്സിലാകാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു കാര്യം, ഇസ്രായേലിലേക്ക് കെയർ ഗീവറായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് ഏത് ഏജൻസി വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതിനകത്ത് 1-2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കാരണം ഇതിപ്പോൾ 3-4 എൻക്വയറികൾ കുറെ ക്ലാസ് എടുക്കാമെന്ന് ചോദിച്ചു വന്നപ്പോൾ നമുക്ക് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏജൻസി അല്ലാത്തവരുടെ കയ്യിൽ നിന്ന് ചെറിയ പേയ്മെന്റ് ഒക്കെ കിട്ടും, നമുക്ക് ലാഭമുള്ള കാര്യമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും പല ബുദ്ധിമുട്ടുകൾ അതിന്റെ പുറകെ പലരും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജൻസി പോകാം. കാരണം നമ്മൾ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ കൂടെ വരണമെന്നൊന്നും യാതൊരു നിർബന്ധവും നമ്മൾ പറയാറില്ല. നമ്മുടെ കൂടെ വരുന്ന ആളുകളെ നമ്മൾ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യും. മാക്സിമം 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ കയറ്റി വിടാൻ നോക്കും. എങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസികളെ സെലക്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ എൻ്റെ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞത് 4 മാസമായിട്ട് അവർ ഇന്റർവ്യൂ ഫേസ് ചെയ്യണം. ക്ലാസ് അവർ അറ്റൻഡ് ചെയ്തു, എല്ലാ മാസവും അവര് ഇന്റർവ്യൂ ആണ് ഫേസ് ചെയ്യണേ. ഏത് ഇന്റർവ്യൂ? ഏജൻസിയുടെ ഇന്റർവ്യൂ ഫേസ് ചെയ്തിട്ട് അവര് നിങ്ങൾ പാസ്സായ നിങ്ങൾക്ക് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെയുള്ളവർ ഇപ്പോൾ ഇവിടെ ക്ലാസ്സിന് വരണ്ടേ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊരു ബുദ്ധിമുട്ടായ കാര്യമാണ്. കാരണം ഒരു മാസം ഒരു ഏജൻസിക്ക് ഒരു 40-30 ഒക്കെ വിസകളായിരിക്കും ഒരു മാസം കിട്ടുന്നത്. നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ഏജൻസിയിൽ ചിലപ്പോൾ 40, 50, 60, 100, 200, 300 ആളുകളൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാവർക്കും എവിടെ നിന്ന് വിസ കിട്ടും? നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഈ വിസ കിട്ടാത്തതുകൊണ്ടാണ് എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ തന്നെ. കാരണം 40 പേര് ക്ലാസ് അറ്റൻഡ് ചെയ്തു, അവർക്ക് 40 പേർക്ക് വിസ കൊടുക്കാനുണ്ടെങ്കിൽ പിറ്റത്തെ മാസം നിങ്ങളൊരു ഇന്റർവ്യൂ ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. ക്ലാസ് അറ്റൻഡ് ചെയ്ത ആളുകളുടെ പേപ്പർ വർക്ക് നടത്തി പേഷ്യന്റ് ആക്കി കയറ്റി വിട്ടാൽ മതി. അപ്പൊ ഞാനിത് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിനോ നമ്മൾ നന്നായിട്ട് ചെയ്യണ്ടെന്ന് പറയുന്നതിനോ ഒന്നുമല്ല. വരുന്ന സാധാരണക്കാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് പോവാം. പക്ഷെ നിങ്ങൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനുള്ളിൽ കയറിപ്പോകാൻ പറ്റും എന്ന് ഉറപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ക്ലാസ് അറ്റൻഡ് ചെയ്ത നിങ്ങൾ ക്ലാസ്സിൽ നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മളെപ്പോലുള്ളവരുടെ അടുത്ത് വന്നിട്ട് സ്പെഷ്യലായിട്ട് പൈസ കൊടുത്ത് പ്രത്യേകം പഠിക്കുന്നതിലും ഉപരിയായിട്ട് നിങ്ങളുടെ ഏജൻസി ഫോളോ അപ്പ് ചെയ്യണ്ടോ? നിങ്ങളുടെ ഏജൻസികൾ ഫോളോ അപ്പ് ചെയ്ത് പഠിപ്പിക്കണ്ടോ? ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ ഫോളോ അപ്പ് കൃത്യമായിട്ട് നടക്കണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് പോവാൻ സാധ്യതയുള്ള ഏജൻസികളെ സെലക്ട് ചെയ്യണം. കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്ത് വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുള്ള ഗുണങ്ങളുമില്ല. രണ്ടാമത്, ക്ലാസ് അറ്റൻഡ് ചെയ്ത് വീട്ടിലിരുന്നിട്ട് ഇസ്രായേലിൽ പോവാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത മിനിമം 2 മാസത്തിനുള്ളിൽ കയറിപ്പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഒരുപാട് നമ്മുടെ അടുത്ത് എൻക്വയറികൾ വരുമ്പോൾ ഇത് പൊതുവായിട്ട് പറയണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞാണ്. അപ്പൊ ഞങ്ങളുടെ അടുത്ത് വരുന്ന പ്രോസസ്സിങ് കൃത്യമായിട്ട് പറയാൻ പറ്റും എനിക്ക്. കാരണം നമ്മുടെ അടുത്ത് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കും. അയാൾക്ക് ഇസ്രായേലിൽ പോകാൻ പറ്റുമോ എന്ന് ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കും. പോകാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവർക്കൊരു ഏജൻസിയിൽ നിന്ന് പ്രീ ഇന്റർവ്യൂ കൊടുക്കും. പ്രീ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് തൊട്ടടുത്തുള്ള മാസത്തെ ക്ലാസ്സിലേക്ക് അവർ ആഡ് ചെയ്യും.
ക്ലാസ്സിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൺസൾട്ടൻസിൽ നിന്ന്, നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ നിന്ന് ഓൾറെഡി അവർക്ക് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനും മെഡിക്കലും ലോയും ഹീബ്രു ഒക്കെ ആയിട്ട് നമുക്ക് അവർക്ക് പ്രാഥമികമായിട്ടുള്ള ഒരു ടെസ്റ്റും കാര്യങ്ങളും കൊടുത്ത് നമ്മൾ അവരുടെ പഠിത്തം സ്റ്റാർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ക്ലാസ്സിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത്, അതായത് അടുത്ത മാസം ക്ലാസ് ഉണ്ടെങ്കിൽ ഈ മാസം ബോംബെയിൽ നിന്ന് തന്നെ നമ്മുടെ ഏജൻസിയുടെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ഒരു കാൻഡിഡേറ്റിനെ ഒരേ സമയം 2 പേര് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി കഴിയുമ്പോൾ, ക്ലാസ്സിനോട് ചെന്ന് കഴിയുമ്പോൾ, ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ ഫോളോ അപ്പ് ഉണ്ടാവും. കഴിഞ്ഞ മാസം ക്ലാസ് കഴിഞ്ഞ് വന്ന ആളുകൾക്ക് ഈ മാസം ഇപ്പോൾ വിസ ഇട്ടിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് വിസ ഇട്ട് അവരെ എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ എത്തിക്കുക എന്നൊരു ലക്ഷ്യമാണ് നമ്മളും നമ്മുടെ ഏജൻസികളും ചെയ്യുന്നത്. എല്ലാവരും ആ ലക്ഷ്യമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്കറിയില്ല. കാരണം നമ്മുടെ കാര്യം മാത്രം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കാൻഡിഡേറ്റിന് നമ്മുടെ അടുത്ത് വന്ന് 100% സത്യസന്ധമായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഈ 1-2 കാര്യങ്ങൾ പറയാനാണ് ഈ വീഡിയോ ചെയ്ത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പുതുതായിട്ട് പോകുന്ന ആളുകളെല്ലാം തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു ഏജൻസി തിരഞ്ഞെടുക്കാൻ. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മളായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ചെയ്തു കൊടുക്കേണ്ട ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇസ്രായേലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും ഒരു കൺസൾട്ടൻസി എന്ന നിലയിൽ നിങ്ങളുടെ മുഴുവൻ കൺസൾട്ടിങ്ങും യാതൊരു ഫീസും ഇവിടെ അടയ്ക്കാതെ തുടക്കം മുതൽ ഇസ്രായേലിൽ എത്തുന്നവരെയുള്ള കൺസൾട്ടിങ്ങും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ ട്രെയിനിങ് സെന്ററിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ട്രെയിനിങ് സെന്ററിൽ നിന്നും നിങ്ങൾക്ക് തുടക്കം മുതൽ ഇസ്രായേൽ ഇന്റർവ്യൂ അറ്റൻഡ് ഇറങ്ങുന്ന വരെയുള്ള മുഴുവൻ ട്രെയിനിങ്ങും നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. താല്പര്യമുള്ള ആളുകൾക്ക് നമ്മളുമായി ബന്ധപ്പെടാം. വീഡിയോയിലുള്ള ഈ നമ്പറുമായി ബന്ധപ്പെട്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വോയിസ് അയച്ചാൽ മതി. അപ്പൊ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാവരും ഇസ്രായേലിൽ എത്തട്ടെ, നല്ല സാലറി മേടിക്കട്ടെ, നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.